അലോപ്പതി ചികിത്സ തുടരുന്നതിനിടയിൽ ആയുർവേദം ആവാമോ, അല്ലെങ്കിൽ ആയുർവേദത്തോടൊപ്പം അലോപ്പതി, അല്ലെങ്കിൽ ഈ രണ്ടിനോടൊപ്പം ഹോമിയോപ്പതി, ഏതെങ്കിലും രണ്ട് അലോപ്പതി ഹോമിയോപ്പതി അല്ലെങ്കിൽ അലോപ്പതി ആയുർവേദം ഇങ്ങനെ ആവാമോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ ഡോക്ടർ? വ്യക്തത കുറവാണ്. പക്ഷേ ഇത് സാധാരണ ഞങ്ങൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് വന്നു. ആ പേഷ്യൻ്റ് വളരെ ഒരു നിസ്സഹായമായ ഒരു ഘട്ടത്തിലാവുമ്പോൾ ഞങ്ങൾ കുറച്ച് ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ യാതൊരു വിധത്തിലും ഞങ്ങൾ ഒബ്ജക്റ്റ് ചെയ്യാറില്ല. ഞാൻ ഒബ്ജക്റ്റ് ചെയ്യാറില്ല, വേറെ പല ഡോക്ടർമാർ ഒബ്ജക്റ്റ് ചെയ്യും. പക്ഷേ കിംസിൽ ജനറലായിട്ട് ഒബ്ജക്റ്റ് ചെയ്യാറില്ല. കാര്യം വെച്ചാൽ അത് അവരുടെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് അവർ രക്ഷ കിട്ടും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനെങ്കിലും നമ്മളൊരു വില കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് മരുന്ന് കൊടുക്കും. അവരെ തന്നെ കൊണ്ടുവന്നിട്ട് അവരുടെ ഡോസ് പറയുന്ന വിധത്തിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് ആണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് വരും. പക്ഷേ ഹോമിയോപ്പതിയിൽ അതിനകത്ത് അങ്ങനെ ഒരു ഇൻ്ററാക്ഷൻ ഇല്ല എന്നുള്ളത് ജനറലായിട്ടൊരു അക്സെപ്റ്റഡ് കാര്യമാണ്. പക്ഷേ ആയുർവേദം അങ്ങനെയല്ല കംപ്ലീറ്റായിട്ട്. ആയുർവേദത്തിൽ നല്ല പവർഫുള്ളായുള്ള ആൽക്കലോയിഡ്സാണ് ഈ ആയുർവേദത്തിൻ്റെ ബേസിസ്. അതിപ്പോൾ എന്ത് കഷായമായാലും എന്തായാലും. അപ്പോൾ ഇൻറ്റേർണലായിട്ട് ആയുർവേദം കൊടുക്കേണ്ടി വന്നാൽ ഈ ഞങ്ങൾ കൊടുക്കുന്ന മെഡിസിനുമായിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ള ഒരു പേടിയുണ്ട്. അതൊരു സത്യവുമാണ്. പക്ഷേ എവിടെയെല്ലാം ഉണ്ടാകും എവിടെയെല്ലാം ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തതയില്ല. ആയുർവേദം അങ്ങനെ ഒരു ടെസ്റ്റഡ് കെമിക്കൽ ഇൻഗ്രീഡിയൻറ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് കാരണം ആയുർവേദം കൊടുക്കാനായിട്ട് ഒരു ചെറിയ ഒരു പ്രയാസമുണ്ട്. പക്ഷേ ചിലപ്പോൾ ഞങ്ങൾ സമ്മതിക്കും, പക്ഷേ ജനറലായിട്ട് അത് കൊടുക്കാറില്ല. പിന്നെ പലപ്പോഴും ആയുർവേദം അങ്ങനെ കൊടുക്കണമെന്ന് ആരും പറഞ്ഞു കേട്ടില്ല. എല്ലാവരും ഹോമിയോപ്പതിയാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുള്ളതെല്ലാം. അവരെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. കിംസ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ആ പേര് അങ്ങനെ തന്നെ തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു കാരണം? ഈ ചോദ്യത്തിന് ഒരു പ്രസക്തി ഉള്ളത്, അതിനെ തുടർന്ന് മിംസ് വരുന്നു, നിംസ് വരുന്നു, അങ്ങനെ പല അതേ മാതൃകയിലുള്ള സ്ഥാപനങ്ങളും വരുന്നു. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സങ്കല്പം? അതായത് ഇത് ഞാൻ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ഐഡിയ വന്നത്. പലപ്പോഴും തിരിച്ച് സ്റ്റേറ്റ്സിൽ പോയി സെറ്റിൽ ചെയ്യണമോ, കാനഡയിൽ പോയി സെറ്റിൽ ചെയ്യണമോ, ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നും നാടുമായിട്ട് വളരെ ടച്ച് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസ്, എസ്പെഷ്യലി ഫാദർ മരിച്ചതിന് ശേഷവും എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലായിട്ട് വളരെ ടച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരണമെന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് അന്ന് ഡോക്ടർ വിജയരാഘവൻ ദുബായിലുണ്ട്, നജീബ് ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ ആലോചിക്കും ഈ ഒരു നല്ല ആശുപത്രി ഉണ്ടാക്കാൻ. പലപ്പോഴും വെക്കേഷൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ബന്ധുക്കളെ പല ആശുപത്രികളിലും പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വെളിയിൽ ഉള്ള ആശുപത്രിയും നമ്മൾ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലുള്ള പെരുമാറ്റവും അവിടുത്തെ വൃത്തിയും എല്ലാം വെച്ച് നോക്കിയിട്ട് ഇവിടുത്തെ ആ പോരായ്മയും കൂടെ കാണുമ്പോൾ പലപ്പോഴും തോന്നി നമ്മുടെ നാട്ടുകാർ എന്തുകൊണ്ട് നമുക്കൊരു ഒരു 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 കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ളൊരു കെയർ ഓഫർ ചെയ്തുകൂടാ. അങ്ങനെ ഒരു മനസ്സിൽ ഒരു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ എന്താ വെച്ചാൽ എൻ്റെ ഫാദറിനെ ഇവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടയാകുകയും അങ്ങനെ സബ്സിക്വൻ്റായിട്ടൊരു കോംപ്ലിക്കേഷനിൽ മരിക്കുകയും ചെയ്തു. അപ്പോൾ അതും മനസ്സിൽ ഒരു ഇങ്ങനെ പിറകിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടൊരു നല്ല ആശുപത്രി ഉണ്ടാക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഇവിടെ തിരിച്ചു വരാനും ഉണ്ടായത്. പക്ഷേ പ്രധാനമായിട്ടും ഈ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് എടുക്കാനായിട്ട് വിജയരാഘവനുമായിട്ട് എന്നും, വിജയരാഘവൻ ദുബായിലും ഞാൻ സൗദിയിലുമാണ്. അപ്പോൾ പല വീക്കെൻഡിലും ഞാൻ നേരെ അവിടെ ദുബായിൽ പോയിട്ട് ഡോക്ടർ വിജയരാഘവൻ്റെ കൂടെ താമസിച്ച് ഇങ്ങനെ ആലോചിക്കും നമുക്ക് എങ്ങനെ എന്ത് പേരുണ്ടാക്കണം, അങ്ങനെ ആശുപത്രി ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് വലിയ നിലയൊന്നും വേണ്ട, ചെറിയ നിലയിൽ മതി. പക്ഷേ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കിയാൽ അത് പിന്നെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് എപ്പോഴും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം റിസർച്ച്, ഒരു ഇന്നൊവേഷൻ എപ്പോഴും ഒരു ഹോസ്പിറ്റലിനും ഹെൽത്ത് കെയറിനോ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ ഇന്നൊവേഷൻ അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ സൗണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിസർച്ച് നടക്കും. അപ്പോൾ റിസർച്ച് നടന്നാൽ പല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ അക്കാഡമിക്സ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ്
ഞങ്ങൾ എല്ലാം ഡിസൈഡ് ചെയ്തു, ഓക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് തുടങ്ങുന്ന ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അത് വേണ്ട, അത്രയും ഒരു നാരോവായിട്ട് പോകരുത്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അങ്ങ് തുടങ്ങുക. എന്നിട്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് തന്നെയും നാരോവായിട്ട് തോന്നി. കാര്യം വെച്ചാൽ ഇപ്പോൾ കിംസ് എന്നുള്ള വാക്കാണ് കൂടുതൽ അറിയപ്പെടുന്നത്. GCCയിലെല്ലാം ആൾമോസ്റ്റ് എല്ലാ കൺട്രിയിലും കിംസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ എന്താ കിംസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കേരള അവിടെ എല്ലാം അറിയപ്പെട്ടു തുടങ്ങി. കിംസിൻ്റെ ഫുൾ ഫോം ഇപ്പോൾ ആളുകൾക്കറിയാം. അത് ഡ്രൈവർ നേരെ SAT കൊണ്ടുപോകുന്നതിന് പകരം അവിടെ വെൻറ്റിലേറ്റർ ഇല്ലായിരുന്നത് കാരണം നേരെ കിംസ് കൊണ്ടുവന്നു, ഓപ്പറേഷൻ ചെയ്തു, വെൻറ്റിലേറ്റർ ഇട്ടു, ആ കുട്ടി രക്ഷപ്പെട്ടു.